എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഈ നക്ഷത്ര ജാതകർ എങ്ങോട്ട് തിരിഞ്ഞാലും എന്തു ചെയ്താലും സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉറപ്പിക്കാം. ജീവിതത്തിൽ രാജയോഗം തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുജന മധ്യത്തിൽ സുഖത്തോടും സമൃദ്ധിയോടും കൂടി ജീവിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വരുന്നു. അതിനുള്ള സാമ്പത്തിക സഹായങ്ങളും ഇവർക്ക് ലഭ്യമാകും. ഏതൊക്കെ രാശിക്കാരാണെന്നും അതിലെ നക്ഷത്ര ജാതകരും അവരുടെ ഗ്രഹസ്ഥിതിയും എല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ലഗ്നത്തിൽ വ്യാഴം, 6-ൽ കേതു, 7-ൽ ശുക്രൻ, അഷ്ടമത്തിൽ ആദിത്യൻ, കുജൻ, 9-ൽ ബുധൻ, 11-ൽ ശനി, 12-ൽ രാഹു. ഇതാണ് ഗ്രഹനില. ധനപരമായ ക്ലേശങ്ങൾ എല്ലാം വിട്ടൊഴിയും. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങളും മാറിത്തുടങ്ങും. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും നേരിട്ട കാര്യതടസ്സങ്ങളും ഇവരെ വിട്ടൊഴിയും. ഒടിവ്, ചതവ്, വ്രണങ്ങൾ, മൂത്രാശയവിദ്യയായ അസുഖങ്ങൾ ഇവ ഭേദപ്പെട്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ് വരുന്നത്. വാദസംബന്ധിയായ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹബന്ധിയായ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും. ബുദ്ധിപരമായ വൈകല്യം ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം കുറയും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള കലഹങ്ങൾ മാറ്റിവെക്കണം. തൊഴിൽ രംഗം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 5-ൽ കേതു, 6-ൽ ശുക്രൻ, 7-ൽ ആദിത്യൻ, കുജൻ, അഷ്ടമത്തിൽ ബുധൻ, 10-ൽ ശനി, 11-ൽ കേതു, 12-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. മനസ്വസ്ഥത ലഭിക്കും. ഇനി എന്ത് എന്ന ആശങ്ക ഇവരെ വിട്ടൊഴിയും. ഒരു കാര്യവുമില്ലാതെ വെറുതെ നടക്കുന്ന ശീലം മാറ്റണം. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹ ആലോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും. ഉദരവ്യാധി, വായുകോപം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ടും ശ്രമിച്ചാൽ നല്ല സമയമാണ്. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ചകളൊക്കെ കുറഞ്ഞു തുടങ്ങും. കച്ചവടം ലാഭത്തിലേക്ക് എത്തിച്ചേരും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാനും അവസരങ്ങളുണ്ട്. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ പിറന്ന മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച്. നിലവിൽ 4-ൽ കേതു, 5-ൽ ശുക്രൻ, 6-ൽ ആദിത്യൻ, കുജൻ, 7-ൽ ബുധൻ, 9-ൽ ശനി, 10-ൽ രാഹു, 11-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില.
മിഥുനക്കൂറുകാർക്ക് വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഇരട്ടിയായിട്ട് ലഭിക്കുന്ന അവസ്ഥകളാണ് വരുന്നത്. പലവിധ സുഖ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ എപ്പോഴും ലഭിക്കും. ശത്രുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ഈശ്വരഭജനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ധനലാഭങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. ചില ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. സന്താനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഈ സമയത്ത് കാണുന്നുണ്ട്. പലവിധ രോഗാരിഷ്ടതകളും ഇവരെ വിട്ടൊഴിയും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 3-ൽ കേതു, 4-ൽ ശുക്രൻ, 5-ൽ ആദിത്യൻ കുജൻ, 6-ൽ ബുധൻ, അഷ്ടമത്തിൽ ശനി, 9-ൽ രാഹു, 10-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. ശത്രുക്കളിൽ നിന്നും സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖമുണ്ടാക്കും. ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാകും. രോഗാരിഷ്ടതകൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആയുർഭീതി വിട്ടൊഴിയും. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ മാറിത്തുടങ്ങും. അതുപോലെ ഭാഗ്യ അനുഭവങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളും ഇവരെ വിട്ടൊഴിഞ്ഞ് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ളൊരു സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ചില സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാൻ അവസരം ലഭിക്കും. പുതിയ വീടിന് ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും. കർക്കിടകക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോക്കാം ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച്. 2-ൽ കേതു, 3-ൽ ശുക്രൻ, 4-ൽ ആദിത്യൻ കുജൻ, 5-ൽ ബുധൻ, 7-ൽ ശനി, അഷ്ടമത്തിൽ രാഹു, 9-ൽ വ്യാഴം. ഇതാണ് ഗ്രഹനില. ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിത്തുടങ്ങും. സുഖകാര്യങ്ങൾക്ക് ഒരുവിധ തടസ്സവും ഉണ്ടാകില്ല. വിദ്യാഭ്യാസത്തിന് നേരിടുന്ന തടസ്സക്ലേശങ്ങൾ മാറും. വാദബന്ധിയായ രോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണം വിട്ടൊഴിയണം. വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാകുക. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം. കടങ്ങൾ തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാര്യസാധ്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾക്ക് തടസ്സങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ കൂടുതലാകും. കാര്യസാധ്യങ്ങളും രോഗശാന്തിയും ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും. വലിയ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകും. ആദിവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. യാത്രകൾ വേണ്ടിവരും. കുടുംബ അംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടും.
ജീവിത പങ്കാളിയുമായിട്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞ അവസരങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കും. രോഗാവസ്ഥകൾ വിട്ടൊഴിയും, തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.